കൂടുതലും പത്തനംതിട്ട ജില്ലയിൽ ഉപയോഗിക്കുന്ന ചില വാക്കുകൾ നമുക്ക് പരിചയപ്പെടാം. ഇത് മറ്റുള്ള ജില്ലകളിൽ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ തന്നെ പറയണം. ഇതെന്നാ പറ്റി? പാത്രം നിറച്ച് കിഴുത്തയാണല്ലോ, ഈ വെള്ളം എല്ലാം ചോരുക. കിഴുത്തയോ? അതെന്നാ? എടോ ഹോള്, സുഷിരം. ഹോഹോ, അതാണോ? അതുപോലെ തന്നെ ഈ വീടിന്റെ പല ഭാഗത്തും ചുക്കിലിയുണ്ട്. ചുക്കിലിയോ എന്ന് വെച്ചാ? എടോ മാലാറ, മാറാല, അതിനെയാണ് ഞങ്ങൾ ചുക്കിലി എന്ന് വിളിക്കുന്നത്. എടാ, ഇത് കൊള്ളാമല്ലോ. അതേ സുഹൃത്തുക്കളെ, പത്തനംതിട്ട, കോട്ടയം ഭാഗങ്ങളിൽ മാറാലയെ വിളിക്കുന്ന പേരാണ് ചുക്കിലി. ആ പച്ചമാങ്ങയെല്ലാം വലിച്ചു വരുത്തുന്ന വെള്ളം കൂടെ കുടിച്ചിട്ട് കൊള്ളയൊന്നും ഒപ്പിക്കല്ലേ. കൊള്ളയൊന്നും ഒപ്പിക്കല്ലേ എന്ന് പറഞ്ഞാൽ അസുഖമൊന്നും വരുത്തല്ലേ എന്ന്, അല്ലാതെ റോബറി, കൊള്ള, ആ കൊള്ളയല്ല. ഇനി ഈ കറിക്കത്തിക്ക് പറയുന്ന പേരാണ് പിച്ചാത്തി. കുറച്ചുകൂടി വലിയ കത്തി, ഈ തേങ്ങയൊക്കെ പൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന, അതുപോലെ മരമൊക്കെ വെട്ടാൻ ഉപയോഗിക്കുന്ന കത്തിയുടെ പേരാണ് വാക്കത്തി. ഈ കുളിച്ചു കഴിഞ്ഞിട്ട് തലയൊക്കെ തോർത്തുന്ന തോർത്തില്ലേ, അതിന് പറയുന്ന പേരാണ് കുറിയാണ്ട്. ഈ ആഹാരമൊക്കെ വെച്ചതിന് ശേഷം, അല്ലെങ്കിൽ ചോറുണ്ട് കഴിഞ്ഞതിന് ശേഷം പാത്രം കഴുകി വൃത്തിയാക്കുന്നതിനെ തേച്ചു മഴക്കുക എന്ന് പറയും. അതുപോലെ തുണി അലക്കുന്നതിനെ തുണി നനയ്ക്കുക എന്നാണ് പറയാറ്. നനയ്ക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ വെള്ളത്തിൽ നനയ്ക്കുകയല്ല. നനയ്ക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് ശരിക്കും അലക്കുന്നതിനെയാണ്. വീടിന്റെ പുറകുവശത്തിനെ വിളിക്കുന്ന പേരാണ് പരിയമ്പുറം. മാങ്ങയും ചക്കയും അതുപോലെ തന്നെ തേങ്ങയും ഒക്കെ വലിച്ച് താഴെയിടാൻ ഉപയോഗിക്കുന്ന നീളമുള്ള കമ്പും അതിന്റെ അറ്റത്തുള്ള ആ ഒരു കൊളുത്തിനെയും ഒരുമിച്ച് ചേർത്ത് വിളിക്കുന്ന പേരാണ് തോട്ടി. ചിലയിടങ്ങളിൽ ഇതിനെ തോട്ട എന്നും വിളിക്കും. പിന്നെ തുണിയൊക്കെ വിരിച്ചിടാനായി കയറ് കെട്ടി ഉണ്ടാക്കുന്ന സംഗതി ഉണ്ടല്ലോ, അതിനെ അയ എന്നാണ് വിളിക്കുക, അയവള്ളി. ചിലയിടങ്ങളിൽ അശ എന്നും അതിനെ വിളിക്കാറുണ്ട്. അതുപോലെ ഈ കപ്പയും ചക്കയും ഒക്കെ പുഴുങ്ങി കുഴച്ച് യോജിപ്പിക്കാനായി ഉപയോഗിക്കുന്ന മരത്തിന്റെ ഇത്തിരി കനമൊക്കെയുള്ള ഒരു വടി ഉണ്ടാവും, അതിനെ വിളിക്കുന്ന പേരാണ് തുടുപ്പ്. സാധാരണ കാപ്പിയുടെ ഒക്കെ വടിയാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കാറുള്ളത്. ഇനി കരിയുള്ള കലമൊക്കെ കൈകാര്യം ചെയ്യാനായി ഉപയോഗിക്കുന്ന ഒരു തുണിയുണ്ട്. ഈ കരി തുടയ്ക്കാനായിട്ടൊക്കെ അത് ഉപയോഗിക്കും. ആ തുണിയെ വിളിക്കുന്ന പേരാണ് കരിക്കല തുണി.